എല്ലാവർക്കും ചിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കത്തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ കക്കത്തോരൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ദേ ഇതിനായിട്ട് 1 കിലോ കക്കറച്ചിയാണ് കേട്ടോ എടുത്തുള്ളത്. അത് നമ്മൾ നന്നായിട്ട് തന്നെ അതിൻ്റെ കാഷ്ടമൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ വെളിച്ചെണ്ണ 1 ടീസ്പൂണാണ് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് എല്ലാ ഭാഗത്തേക്ക് ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്നൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പിടിച്ചു കിട്ടും ചെയ്യും. അപ്പോൾ ആ കക്കയിലേക്ക് നല്ല ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത് വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇടാവുന്നതാണ്. അപ്പം ഞാൻ പക്ഷെ ഇപ്പോൾ ചട്ടിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതേ ഇതിന് അതേ വെള്ളമൊക്കെ നന്നായി തിളച്ച് കുറേശ്ശെയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വീണ്ടും വെള്ളം ഒന്ന് മുഴുവനായിട്ട് വറ്റി വരണം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ അതേ നമ്മുടെ കക്കയിലത്തെ എല്ലാ വെള്ളവും വറ്റി നല്ല രീതിയിൽ തന്നെ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 8 ചെറുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ 2 പച്ചമുളകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിനുശേഷം ദേ ഞാനിവിടെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതേ ഒരു സവാള നമ്മൾ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായുള്ള രീതിയിൽ തന്നെ ഒന്ന് വഴഞ്ഞു വരാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ആ ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ അരപ്പും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇതിലുണ്ടാവുന്ന ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവും. ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം ആ മണമൊക്കെ മാറണം. നമ്മളിപ്പോൾ വീഡിയോയിൽ ഇത്തിരി മാത്രം ഇത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഇതിനെ പച്ചമണമൊക്കെ മാറത്തക്ക രീതിയിൽ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മളിത് കക്ക ഇട്ട് കൊടുക്കുക. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതും നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഈ കക്ക ഈ ഇൻഗ്രീഡിയൻറ്റിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതും പിടിക്കും വേണം കേട്ടോ. എന്നിട്ട് ഈ കക്ക നമ്മൾ നന്നായിട്ട് ഇതിൽ കൂടെ ഒന്നിങ്ങനെ എന്താ പറയുക മൊരിച്ചെടുക്കണ പോലെ ആക്കില്ലേ. എന്നാലും ഫുള്ളായിട്ട് മൊരിച്ചെടുക്കാന്നല്ല, നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റിൽ ആ ഒരു ഇത് വരും, മാറ്റം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ നല്ലോണം തന്നെ മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറയാണ് നമ്മൾ വീഡിയോന് വേണ്ടിയിട്ടായതുകൊണ്ട് മിക്സിങ് നമ്മൾ കുറവായിരിക്കും കാണിക്കുക.
അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം പലർക്കും ഒരു ഇതുണ്ട്, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചല്ലേ കാണിക്കണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഇത്രയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റിൽ നമുക്ക് വ്യത്യാസം വരും, അതുകൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക. ഇനി മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പൊ ഇതൊരു കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് അതിൽ കിടന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പച്ചമണം മാറത്തക്ക രീതിയിലാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ മിക്സിങ്ങിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ മിക്സിങ്ങിന്റെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഇത്തിരി ഉപ്പും കൂടിയും ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ അതെ ഈ ഒരു പരുവായിട്ട് വരും കേട്ടോ. ഇതൊന്നായി കഴിഞ്ഞാലാണ് ഇതിലേക്ക് നോക്കിയാൽ അതിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം നമ്മൾ ചെരുക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ നാളികേരം ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കയ്യിലുണ്ടല്ലോ, ആ കയ്യിൽ നമ്മൾ 2 കയ്യിൽ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വെള്ളം കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാളികേരം ഇതൊക്കെ കൂടിയിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആയി അടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സിങ് ആണ് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം ഇത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യണതിനനുസരിച്ച് നമ്മുടെ കക്കറച്ചിയുടെ ടേസ്റ്റ് കൂടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. അപ്പൊ നിങ്ങളും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാട്ടോ. അങ്ങനെ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞാല് നമ്മുടെ കക്കത്തോരൻ ഇവിടെ മെയിൻ ആയിട്ടുള്ള റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു ഇത്തിരി ഉപ്പിന്റെ കുറവും കൂടി ഉണ്ട്, അപ്പൊ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ കക്കത്തോരനാണ് ഇത്. അപ്പൊ ഈ കക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് കുറച്ചൊന്ന് മിക്സ് ചെയ്യാനുള്ള ഒരു ഇത് മാത്രമാണ്. അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ കക്ക തോരൻ നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.